വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 2 മുട്ടയും അതുപോലെ തന്നെ ഒരു 2-3 സ്ലൈസ് ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കും കൂടെയാണിത്. അപ്പോൾ എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ബോളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു ഗ്രേറ്റർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച് 2 മുട്ട ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഗ്രേറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഓക്കെ, അപ്പം 2 മുട്ട ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സവാളൻ്റെ പകുതി, അതായത് വലിയുള്ളിൻ്റെ പകുതി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിതാ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട്. പിന്നെ വളരെ കുറഞ്ഞ പച്ചമുളക് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, മക്കൾ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർക്കുക. പിന്നെ പൊടികളായിട്ട് വേറൊന്നും ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനൊന്ന് അങ്ങോട്ട് വെക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മുടെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ, ഒരു 3 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ സ്ലൈസ് ബ്രെഡും ഇതാ ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്നിങ്ങനെ കുതിർത്തിയതിന് ശേഷം കൈവച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നേരെ ഒന്ന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഒരു 3 സ്ലൈസ് ബ്രെഡും ഒന്ന് ചെയ്തെടുക്കുക. വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് അമർത്തി അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നേരെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 3 എണ്ണവും ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതൊന്ന് എന്താ പറയുക, കുറച്ചൊന്ന് ലൂസായി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കയ്യിലേക്ക് ആക്കിയിട്ട് അതിലൊന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കുക. കാരണം നമുക്കിത് എന്താണ് ഉരുട്ടിയെടുക്കാനുള്ളതാണല്ലോ, അതായത് കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഷേപ്പായി കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് ലൂസായിട്ട് നിൽക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, എന്നിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നന്നായിട്ട് തിളച്ച എണ്ണ തന്നെയാണ്. അപ്പോൾ ഈ ഒരു എണ്ണ എന്ന് വെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കേണ്ട, ഞാനിപ്പം വേറൊരു സ്നാക്ക് ഒന്ന് റെഡിയാക്കി എടുത്തതേ ഉള്ളൂ. അപ്പം ആ ഒരു എണ്ണ തന്നെ ഞാൻ വെച്ചിരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം കയ്യിലിതാ നന്നായിട്ടൊന്ന് എണ്ണ തൂവി കൊടുത്തതിന് ശേഷം ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. സിമ്മിലാക്കിയിട്ടിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാനിതാ അതുപോലെ തന്നെ മോൾസാക്കി എടുത്ത് ഇതാ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മൊത്തമായിട്ടൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡ് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 1-2 തവണ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റാം. അപ്പോൾ ഇതാ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മൊത്തം എണ്ണ ഒന്ന് പോകുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് നേരെ പ്ലേറ്റിലോട്ടൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സൂപ്പറായിട്ടുള്ള വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു 2 മുട്ടയും അതുപോലെ തന്നെ 2-3 സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, അതായത് നമ്മുടെ ചായ ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.